ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ ഉയർന്ന സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ചാണ്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ജേതാക്കളെ നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കോഡുകളൊക്കെ യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ബേസിക് ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോവാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ്. 1965 മുതൽ ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത്. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ അത് 11 ലക്ഷം രൂപയാണ് കേട്ടോ. 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വെങ്കല ശില്പവും സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. 1965 മുതൽ ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് പുരസ്കാരം നൽകി വരുന്നത്. 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ജ്ഞാനപീഠ പുരസ്കാരം. ഇനി 1965 മുതൽ 1981 വരെ മികച്ച കൃതിക്കായിരുന്നു പുരസ്കാരം നൽകിയിരുന്നത്. മികച്ച കൃതിക്കായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം നൽകിയിരുന്നത്. എന്നാൽ 1982 മുതൽ എന്താണ്, സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകി വരുന്നത്. പഠിച്ചു വെക്കുക, 1965 മുതൽ 1981 വരെ മികച്ച കൃതികൾക്കായിരുന്നു പുരസ്കാരം നൽകിയിരുന്നത്. എന്നാൽ 1982 മുതൽ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകി വരുന്നത്. ഇനി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ചാനലിൽ കോഡ് സെറ്റ് ആക്കിക്കൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നോക്കാം, 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്, 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? 2025 ചോദിച്ചാൽ അത് തമിഴ് കവിയും പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവുമായ ആർ വൈരമുത്തുവാണ്. ആർ വൈരമുത്തുവിനാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി 2024 ജേതാവ് ചോദിച്ചാൽ 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് പ്രശസ്ത ഹിന്ദി കവിയും എഴുത്തുകാരനുമായ വിനോദ് കുമാർ ശുക്ലയാണ്. ഹിന്ദി കവിയും എഴുത്തുകാരനുമായ വിനോദ് കുമാർ ശുക്ലയാണ് 2024 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 2023 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ രണ്ടുപേരാണ്. രണ്ടുപേർക്കാണ് 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാം ഭദ്രാചാര്യയ്ക്കും സംയുക്തമായിക്കൊണ്ടാണ് 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, 2025 തമിഴ് കവിയും ഗാനരചയിതാവുമായിട്ടുള്ള ആർ വൈരമുത്തുവിനാണ്. 2024 ഹിന്ദി കവിയും എഴുത്തുകാരനുമായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 രണ്ടുപേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഉറുദു കവിയായിട്ടുള്ള ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യയ്ക്കുമാണ്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുക, ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 3ാമത്തെ തമിഴ് എഴുത്തുകാരനാണ് ആർ വൈരമുത്തു. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 3ാമത്തെ തമിഴ് എഴുത്തുകാരനാണ് ആർ വൈരമുത്തു. എന്നാൽ തമിഴ് കവിതയ്ക്ക് ആദ്യമായി പുരസ്കാരം നേടുന്ന വ്യക്തി കൂടിയാണ് ആർ വൈരമുത്തു. 3ാമത്തെ എഴുത്തുകാരനാണ്, എന്നാൽ കവിതാ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയാണ് എന്നും ഓർത്തിരിക്കണം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള വിനോദ് കുമാർ ശുക്ല, അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്, ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം
പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തി കൂടിയാണ് വിനോദ് കുമാർ ശുക്ല. പഠിച്ചു വെക്കണം. അപ്പോ ആർ വൈരമുത്തു എന്തായിരുന്നു? ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ തമിഴ് എഴുത്തുകാരനാണ്. എന്നാൽ തമിഴിൽ കവിതാ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ആർ വൈരമുത്തു. വിനോദ് കുമാർ ശുക്ല ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ്. ഇനി ജേതാക്കളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് 2023, 24, 25 എന്ന ഓർഡറിലാണ്. അപ്പോ കോഡ് ഇതാണ്: സാറേ ശുക്രനിൽ വൈരമുണ്ട്. സാറേ ശുക്രനിൽ വൈരമുണ്ട്. സാറേ ശുക്രനിൽ വൈരമുണ്ട് എന്നതാണ് നമ്മുടെ കോഡ്. അപ്പൊ സാറേ എന്നതിൽ നിന്ന് 2023 ജേതാവിനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ആരായിരുന്നു? ഗുൽസാർ. സാറേ എന്നതിൽ നിന്ന് ഉറുദു കവി ഗുൽസാറിനെയും അതുപോലെ തന്നെ ജഗത് ഗുരു കണക്ട് ചെയ്യാലോ. പണ്ട് കാലങ്ങളിൽ ഗുരു എന്നാണ് അല്ലേ പറയുന്നത്, അധ്യാപകനെ ഗുരു എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടും കണക്ട് ചെയ്ത് വെക്കുക. സാറേ എന്നതിൽ നിന്ന് ഗുൽസാറിനെയും ജഗത് ഗുരുവിനെയും കണക്ട് ചെയ്ത് വെക്കുക. 2023 ജേതാക്കളാണ് ജഗത് ഗുരു അതുപോലെ തന്നെ ഗുൽസാർ. അപ്പൊ സാറേ എന്നതിൽ നിന്ന് നമ്മൾ രണ്ടുപേരെയും കണക്ട് ചെയ്ത് വെച്ചു. ശുക്രനിൽ എന്നതിൽ നിന്ന് വിനോദ് കുമാർ ശുക്ലയും കണക്ട് ചെയ്യാലോ. 2024 ജേതാവാണ് വിനോദ് കുമാർ ശുക്ല. 2025 ജേതാവ് വൈരമുത്തു. വൈരമുണ്ട് എന്നതിൽ നിന്ന് വൈരമുത്തുവും കണക്ട് ചെയ്ത് വെക്കാലോ. സാറേ ശുക്രനിൽ വൈരമുണ്ട് എന്നതിൽ നിന്ന് 2023, 24, 25 വർഷങ്ങളിലെ ജേതാക്കളെ നമുക്ക് കൃത്യമായി തന്നെ കണക്ട് ചെയ്ത് വെക്കാം. സാറേ എന്നതിൽ നിന്ന് ഗുൽസാറിനെയും ജഗത് ഗുരുവിനെയും കണക്ട് ചെയ്തു. ശുക്രനിൽ എന്നതിൽ നിന്ന് വിനോദ് കുമാർ ശുക്ല, വൈരമുണ്ട് എന്നതിൽ നിന്ന് വൈരമുത്തുവിനെയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്